അപ്പോൾ ഒരു നല്ലൊരു സിനിമ കണ്ടു. നമ്മുടെ അമീർ ഭായ് സെവൻസിലൊക്കെ അടിപൊളിയായിട്ട് ക്യാരക്ടർ ചെയ്തതാണ്. പുതുമുഖങ്ങൾ എന്ന് പറയുന്ന പടത്തിലേക്ക് നല്ല വേഷം ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തേറ്റ എന്നൊരു സിനിമ ഞാനിപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടു. നമ്മുടെ ഷെയ്ൻചേട്ടനായിരുന്നു PR. അപ്പോൾ ഷെയ്ൻചേട്ടൻ്റെ എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട്, കാരണം നല്ല മൂവീസുകളാണ് അദ്ദേഹത്തിൻ്റെ PR വർക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇത് വേറെ ലെവലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറത്തുള്ള സിനിമകളാണ് കാണുന്നത്, പക്ഷേ കാടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആക്ഷനും രംഗങ്ങളൊക്കെ സത്യം പറഞ്ഞ് പേടി തോന്നി. പിന്നെ നമ്മുടെ പത്മകുമാറായിട്ട് നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്തു. നമ്മളെ നിവേദ്യം പടത്തിൽ വിനു മോഹൻ ചേട്ടൻ്റെ വില്ലനായിട്ട് വന്ന പത്മകുമാറേട്ടൻ വേറെ ഒരുപാട് പടം, രക്ഷകൻ പോലത്തെ മണിച്ചേട്ടൻ്റെ പടങ്ങളിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ കുറേ പുതുമുഖ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചു. പിന്നെ നല്ല ഗാനങ്ങളുണ്ടായിരുന്നു. വേടനൊക്കെ പാടുന്ന പോലത്തെ നല്ലൊരു പാട്ട് അതിനകത്തുണ്ട്. എല്ലാം കൂടെ നല്ല പടം തന്നെയാണ്, സൂപ്പർ സിനിമയാണ്. കാരണം ഇപ്പോൾ ഫോർമാളിലാണ് സിനിമ കണ്ടത്. അപ്പോൾ ഗംഭീര സിനിമ എന്ന് പറയാം. അമീർ ഭായ് നമ്മുടെ നല്ല ആക്ഷനാണ്, നല്ല അതിനുവേണ്ടി ഒരുപാട് കഷ്ടം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ടീമിന്, ഡയറക്ടർ, ക്യാമറ, മ്യൂസിക്, എല്ലാ ടീമിനും അഭിലാഷ് ആട്ടയത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഷജീർ ചേട്ടാ PR വർക്കിൽ ഗംഭീരമായി നല്ല സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കുടുംബസമേതം എല്ലാവരും കാണുക, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും തേറ്റ ഒരു ഗംഭീര സിനിമയാണ്. ശരിക്കും റിസ്ക് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഒരു കാര്യം കൂടി ലാസ്റ്റായിട്ട് പറയുകയാണ്, മനുഷ്യനാണ് ഏറ്റവും വലിയ വില്ലൻ. കാട്ടിൽ ജീവിക്കുന്ന ജീവികളെ കൊന്നെടുക്കാൻ മനുഷ്യൻ കാണിക്കുന്ന ഇതുണ്ടല്ലോ, അതാണ്. അവരെ ഉപദ്രവിക്കുമ്പോൾ അവർ തിരിച്ചും ഉപദ്രവിക്കും. അതാണ് ഇതിലൊരു സന്ദേശം. ഒരു നല്ല മൂവി.